ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വണ്ടർലക്കയ്ക്ക് അടുത്തായിട്ടാണ്. പള്ളിക്കര എന്ന് പറയും. കാക്കനാടേക്ക് ഈസി ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.25 സെന്റ് ആണ്. 5.25 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത്. ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതൊരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ഇപ്പോൾ പണിതിടുന്ന ഒരു പുതിയ വീടാണെങ്കിൽ പോലും ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് ഇത്രയും ലാൻഡ് അളവിലും കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. റീസെയിലിനായിട്ടുള്ള ഹൗസ് ആണ്. വെറും 2 വർഷം മാത്രമായിട്ടുള്ള ഈ ഒരു വീട് പണിതിട്ട്. നമുക്ക് ആദ്യം തന്നെ ഈ വീട്ടിലേക്കുള്ള വഴി നോക്കാം. മെയിൻ റോഡിന് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വില്ല പ്രൊജക്ട് ആണ്. ചുറ്റിനുമുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. നമ്മുടെ ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓൾറെഡി അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു കാറിനും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിന് നമ്മുടെ കോമ്പൗണ്ട് കൂടാതെ പുറത്തൊരു 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. വീടിന്റെ എലവേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ടെറസ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിന്റെ മെയിൻ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. രണ്ടും കാർപോർച്ചിന്റെ അണ്ടറിലാണ് വരുന്നത്. 2 കാറുകളും നല്ല സ്പേഷ്യസ് ആയിട്ടും അതുപോലെ തന്നെ കൺജഷൻ ഇല്ലാതെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 കാറുകൾ ഇട്ടിട്ട് പോലും നമുക്ക് അതിനിടയിലൂടെ നടക്കാനുള്ള നല്ലൊരു സ്പേസും കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കാറ് കണ്ടു. അതുകൂടാതെ ഇവിടെയും കാറ് കണ്ടു. കാർപോർച്ചിന്റെ റൈറ്റ് സൈഡിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തും ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ചിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റ് ഉണ്ട്. താഴെയെല്ലാം ക്ലാഡിംഗ് ടൈലുകളാണ് പൊട്ടിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ മെറ്റൽ ചിപ്പുകളാണ്. ധാരാളം ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. കറിവേപ്പ് പോലുള്ള ചെറിയ മരങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റിനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ അറേഞ്ച്മെന്റ് കൂടി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വാഴ നട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നമുക്ക് ചെറിയ ചെടികളൊക്കെ നടണമെങ്കിൽ നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയുടെ പോർഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സൈഡും റൂഫും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സാധാരണ നിങ്ങൾക്കറിയാം വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു പോർഷൻ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൂടെ നമ്മൾ നടന്നു വരുന്ന വഴികളെല്ലാം തന്നെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് ഇവിടെ ഒരു കേജ് കിട്ടുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിനുള്ള ഒരു ഫ്രെയിം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിനെ സറൗണ്ട് ചെയ്തുള്ള ഏരിയകളെല്ലാം കണ്ടു. വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ. ഈ കിണറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ചെടികളും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് നല്ല സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് നേരെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കളക്ടറേറ്റിലേക്ക് 9, തൃപ്പൂണിത്തുറയിലേക്ക് 15, വണ്ടർല വളരെ അടുത്താണ് 3.8 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 14, എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററുമാണ് വരുന്നത്. 5.25 സെന്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 4 എണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരു റൂം വരുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് കുട്ടികളെ സ്റ്റഡി റൂം ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ വീട്ടിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഇതിന് ഓണർ ഇവിടെ താമസിക്കുന്നുണ്ട്. വെറും 2 വർഷം മാത്രമായിട്ടുള്ള ഈ ഒരു വീട് പണിതിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിനകത്ത് നിങ്ങൾ കാണുന്ന ഫർണിച്ചേഴ്സ് എല്ലാം അദ്ദേഹം എടുക്കുന്നതായിരിക്കും. ബാക്കി നമുക്ക് എല്ലാ റൂമുകളിലും ചെയ്തിരിക്കുന്ന എയർ കണ്ടീഷൻ, AC, അതേപോലെ തന്നെ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളിലെല്ലാം തന്നെ വാട്ടർ ഹീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററും AC എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. കിച്ചണിനകത്തുള്ള ഹൂഡ് ആൻഡ് ഹോബ് ഈ ഫെസിലിറ്റികളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കും അദ്ദേഹം എടുക്കുന്നത്. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പില്ലർ ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് വരുന്നത്. വീടിന്റെ പുറത്ത് LED ലൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ അകത്തും നിറയെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഈസ്റ്റ് ഫേസിംഗ് ആണ്. വാസ്തുപരമായിട്ടാണ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്.
കിഴക്ക് ദർശനമായുള്ള മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഓൾറെഡി സോഫ സെറ്റീസും ടീപ്പോയും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ടേബിളും അതുപോലെ തന്നെ നമുക്ക് സോഫ സെറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം തന്നെ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകുന്ന ഭാഗത്ത് ഇതുപോലെയാണ് എൻട്രൻസ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ കൊടുത്തിട്ട് ഷെൽഫുകളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും നമ്മളെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോസ് വെക്കാനോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാനൊക്കെ ഈ കാണുന്ന ഒരു വുഡൻ പാനലിംഗ് ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലൈറ്റ്, ഫാൻ ഫിറ്റിംഗ് എല്ലാം ഉൾപ്പെടെയാണ് വീട് സെയിലിൽ ഇട്ടിരിക്കുന്നത്. ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കും എടുക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ ഓൾറെഡി ഒരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തേക്കുന്നത് 6 സീറ്റർ ആണ്. നമുക്ക് കുറച്ചും കൂടെ വലിയ ടേബിൾ ഇടാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഒരു 8 സീറ്റർ ഇടാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നേരെ കാണുന്ന ആ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ അവിടെയും ഭംഗിയായിട്ട് നമുക്കൊരു ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഉടനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗത്താണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റ് അവിടെയാണ്. സോ നമുക്ക് ലിവിംഗിലും ഡൈനിങ്ങിലും ഇരുന്നാലും ടി വി കാണാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ടി വി ഒട്ടോട് ചേർന്ന് തന്നെ ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒരു ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്, എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ക്രോക്കറി ഷെൽഫാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലേറ്റ്സ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇവിടെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്യൂട്ട് ആയ ഒരു കിച്ചൺ ആണ്. ചെറുതാണെങ്കിലും നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ്. ഫ്രിഡ്ജ് ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ മുകളിലും താഴെയും ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഫാബറിന്റെ ആണ് ഹൂഡും ഹോബും വരുന്നത്. ഇത് നമുക്ക് വീടിനോടൊപ്പം തന്നെ ഈ ഹൂഡും ഹോബും കൂടെ അവൈലബിൾ ആണ്. എയർ ഹോൾ ഫെസിലിറ്റി എയർ ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. ഡോറ് തുറന്നാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. വീടിന്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ അധികം ഒന്നും കാണാതെ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ഷെൽഫ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറി പൗഡേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പുറത്തേക്ക് കാണാനായിട്ട്. ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയ രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെയും ഡൈനിങ് ഹാളിന്റെയും മിഡിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഓൾറെഡി ഇവിടെ ഒരു കോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, സ്പേഷ്യസ് ആണ് ബെഡ്റൂം വരുന്നത്. അവിടെയായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് അവിടെ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടൊരു വാർഡ്രോബ് ഉണ്ട്. ആ വാർഡ്രോബ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ നമുക്ക് മൂവ് ചെയ്യാവുന്ന ആ ഒരു അലമാരി മാത്രമാണ് അദ്ദേഹം കൊണ്ടുപോകുള്ളൂ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. റൂഫിൽ നോക്കിയാലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എയർ കണ്ടീഷൻഡ് ആയിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് AC കൂടി അവൈലബിൾ ആണ്. വാർഡ്രോബ് നിങ്ങൾ അവിടെ കണ്ടു. ഇവിടെയായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത്. നല്ല ഭംഗിയായ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ഹീറ്റർ അവൈലബിൾ ആണ്. സോ ഈ റൂമിൽ വാട്ടർ ഹീറ്ററും AC എല്ലാം തന്നെ നമുക്ക് വീടിനോടൊപ്പം സെയിലിനായിട്ട് കിട്ടുന്നതാണ്. ഡൈനിങ് ഹാളിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ടേബിൾ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേസ് നിങ്ങൾ കണ്ടു. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വാഷ് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭംഗിയായിട്ടാണ് ഡെക്കറേഷൻ കൊടുത്തിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇനി കാണാൻ പോകുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ ഉള്ള വോളിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ട് പോലും നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഈ റൂമിൽ നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ചെറിയൊരു ബാത്റൂം ആണെങ്കിലും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ടൈലാണ്, ജെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് പെർഗോള മോഡലാണ്, ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്.
നല്ല വെളിച്ചം വീടിനകത്തേക്ക് കടക്കുന്നുണ്ട്. സാധാരണ കാണുന്ന വീടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സ്പേഷ്യസ് ആണ് ഈ ഒരു വീട്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണർ പോർഷനിലേക്ക് കൂടി ഈ ഒരു ഹാൾ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ സോഫ സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഒരുപാട് ചെയർസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് വളരെ സ്പേഷ്യസ് ആണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് വീണ്ടും അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടിന്യൂ ചെയ്തു വരുവാണ്. നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിലേക്ക് വരുമ്പോൾ ടോട്ടലി 3ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഇവിടെയും നമ്മൾ സ്ട്രേറ്റ് വരുമ്പോൾ കാണുന്ന ഹോള് നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അയൺ ടേബിളും ചെറിയൊരു സൈഡ് ടേബിളും എല്ലാം കൊടുത്തിട്ട് പോലും നല്ല സ്പേഷ്യസ് ആണ് റൂം. ഇവിടെ നമുക്ക് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് വരുന്നത് ജെറയുടെ തന്നെയാണ്. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4th ബെഡ്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ ഇതും സ്പേഷ്യസ് ആണ്. ഇവിടെയും ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന വോളിൽ 2 വിൻഡോസ് ആണ് വരുന്നത്. 3ാമത്തെ ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും നമുക്ക് ഈ ഒരു 4ാമത്തെ ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൂടാതെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ വളരെ വലുതായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് ബെഡ്റൂം കാണാനുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു കയറി വന്ന ഹാള് നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഇവിടെ ആയിട്ടാണ് ടി വി വെച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് സോഫ സെറ്റീസ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് റൂഫ് പ്ലെയിൻ ആയിട്ടാണ്. ഫാൻ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയാണ്. ബാൽക്കണി കാണുന്നതിന് മുമ്പായിട്ട് 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 5ാമതൊരു റൂം കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. 5ാമത്തെ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ സ്റ്റഡി റൂം ആയിട്ടോ അല്ലെങ്കിൽ പ്ലേ ഏരിയ ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഈ റൂം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നോക്കുവാണെങ്കിൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും തന്നെ ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കോട്ട് ഇട്ടിട്ട് പോലും നല്ല സ്പേഷ്യസ് ആണ്. റൂഫിലും പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ഫാൻ ഫിറ്റിംഗ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. വലിയൊരു ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. 2 പോർഷൻ ആയിട്ട് വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് വില്ലാസ് തന്നെയാണ്. എങ്കിൽ പോലും വില്ലാസിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു വീട്ടിലേക്ക് നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഇവിടെ കൂടെ സെപ്പറേറ്റ് ഒരു റോഡ് വരുന്നുണ്ട്. അവിടെ കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു വില്ലകളിൽ നിന്നൊക്കെ മാറി സെപ്പറേറ്റ് ആയിട്ടൊരു ഫ്രീഡത്തോട് കൂടിയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ കുറച്ച് ഭംഗിയുള്ള ഒരു വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടിന്യൂ ചെയ്ത് നേരെ ടെറസിലേക്കാണ് പോകുന്നത്. നമുക്ക് ടെറസ് കൂടി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും സ്റ്റെപ്പ് കയറി നേരെ ടെറസിലേക്കാണ് വരുന്നത്. ടെറസ് നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുള്ള ഒരു ടെറസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ ഏകദേശം ഒരു 30 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കവേർഡ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ലൈറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫാൻ കണക്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനും ഫുഡ് സെർവ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് ടെറസിൽ നമുക്ക് കിട്ടുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് നിങ്ങൾ കണ്ടു. വളരെ ഭംഗിയുള്ള ഒരു വീടാണ്. റീസെയിലിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷം മാത്രമായുള്ളൂ വീടിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ട്. ഓൾറെഡി ഇവിടെ ആള് താമസിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീട് കണ്ടു. നമുക്ക് ഈ ഒരു വീടിനകത്ത് ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കും വീടിന്റെ ഓണർ എടുക്കുന്നത്, ഹൗസ് ഓണർ എടുക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും കിച്ചണകത്തുള്ള ഹൂഡ് ആൻഡ് ഹോബ് ഇതെല്ലാം ഉൾപ്പെടെ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വില്ലകളാണ്. എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം കിട്ടുന്ന രീതിയിലും കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് മാറിയിട്ട് നല്ലൊരു വഴിയോട് കൂടിയിട്ടൊക്കെ നമ്മുടെ വില്ലയിലേക്ക് മാത്രമായിട്ടൊരു വഴി വരുന്നുണ്ട്. നമുക്ക് ആ വഴിയിൽ തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കോമ്പൗണ്ടിനകത്തും 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിന് വളരെ അടുത്തായിട്ടാണ്.
വണ്ടർലയിലേക്കൊക്കെ ഈസി ആക്സസ് ആണ്. 3.8 കിലോമീറ്റർ മാത്രമാണ് വണ്ടർലയിലേക്ക് ദൂരം വരുന്നത്. കാക്കനാട്, കളമശ്ശേരി, ഇടപ്പള്ളി, തൃപ്പൂണിത്തറ, എയർപോർട്ട് എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് ചുറ്റിനും കുറച്ച് സ്ഥലമൊക്കെ വേണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുപോലെ നല്ല സ്ഥലമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് വീടിന് ചുറ്റിനും. ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.25 സെന്റ് ആണ്. 5.25 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുകൂടാതെ എക്സ്ട്രാ ഒരു ബെഡ്റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ 5 ബെഡ്റൂം ആണെന്ന് പറയാം. 2 കാർ പാർക്കിംഗ് ഉണ്ട്, കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ ഫെസിലിറ്റികൾ ലഭ്യമാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു വീടാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിലെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.